നുസ്രത് ജഹാനിലേക്കാണ്. ഈ സംഘടിത ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ 4-3-7 വോട്ടിന് വേണ്ടി ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇങ്ങനെ പ്രീണിപ്പിച്ച് കൊണ്ടു നടക്കുന്നതിൻ്റെ രാഷ്ട്രീയം നമുക്ക് വളരെ വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസ്സായി. ഈ ഇരുസഭകളിലും പാസ്സായി ഇങ്ങനെ നിയമമാകാൻ വേണ്ടി നിൽക്കുകയാണ് വഖഫ് ഭേദഗതി നിയമം. ഇതിനോട് പോലും എത്ര അസഹിഷ്ണുതയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ചത്. ഇതാണ് ഞാൻ നേരത്തെ ജയേന്ദ്രൻ സാർ പറഞ്ഞു വച്ചാൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ കേരള സമൂഹം മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു പരിണാമത്തിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ കൂടി നാം അഭിമുഖീകരിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു എന്നതല്ല. വെള്ളാപ്പള്ളി നടേശൻ സ്വാഭാവികമായും ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ആ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ചില അക്കാര്യത്തിലുണ്ടാകാം. പക്ഷേ പൊതുവെ ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചിന്താഗതി ഇതാണ്: സംഘടിത ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക്, അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒപ്പം തന്നെ ഈ ഒരു വിഭജന നീക്കം രാഷ്ട്രീയ കക്ഷികൾ തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് വിലയിരുത്തി പോകേണ്ടതല്ലേ? അതെ, കേരളം ഒരു പ്രത്യേക ട്രാൻസ്ഫോർമേഷനാണ്. നമ്മളൊക്കെ ആലോചിച്ച് കേരളത്തിൽ ഏറ്റവും അധികം സാക്ഷരത കൈവരിച്ചു, കേരളത്തിലുള്ളവർ ഏറ്റവും വിദ്യാഭ്യാസം. പക്ഷേ അതെല്ലാം കേരളത്തിലെ വിദ്യാഭ്യാസവും സാക്ഷരതയൊക്കെ ആൻറ്റി നാഷണലായിട്ട് ഉപയോഗിക്കാനാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഓരോ കാര്യത്തിലും നമ്മളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം മലപ്പുറത്ത് വന്ന് ഇവരിതൊക്കെ പറയും, നാളെ അത് മാറ്റി പറയും വേറെ ആരെങ്കിലും പേടിച്ചിട്ട്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്നുള്ളത് ഇപ്പോൾ അതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യൻ്റെ വേറൊരു ഭാഗത്തും ഇതൊന്നും ചോദിച്ചുകൊണ്ടിരിക്കില്ല. എല്ലാവരും ചോദിക്കുന്നതാ. കേരളത്തിൽ വന്നാൽ 10 ആളെ കണ്ടാൽ 10 ആളും ചോദിക്കുന്ന ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരോ. അതിനുള്ള ഒരു വേദിയാണ് കേരളത്തിൽ നിന്നാണ് അതിൻ്റെ എല്ലാ സൈബർ അറ്റാക്കുകളും എല്ലാം തുടങ്ങുന്നത്. കാരണം ഒരു ചാനലുകളും ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനില്ല. എവിടെയാണ് ന്യൂനപക്ഷത്തിന് വേട്ടയാടിയത്? കേരളത്തിൽ ന്യൂനപക്ഷമാണ് ഏറ്റവും നന്നായി ജീവിക്കാൻ അറിയുക, എല്ലാവർക്കും എല്ലാം ഉണ്ട്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ, അപ്പോൾ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ സമുദായത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കേട്ടതായിരിക്കും. അവിടെ അയാൾ രാഷ്ട്രീയം ഇടാതെ പറഞ്ഞതാണെങ്കിലും പക്ഷേ മൊത്തത്തിൽ അദ്ദേഹം ഒന്ന് എടുത്തു നോക്കണം, രാജ്യം എങ്ങോട്ടാണ് പോണത്, എന്താണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതെന്നുള്ളത്. നമ്മൾ ഭാരതമൊക്കെ ഇപ്പോൾ നമ്മളൊരു റോൾ മോഡലായിട്ട് കാണിക്കേണ്ട അതിൻ്റെ ഡൈവേഴ്സിറ്റീൻ്റെ ഏറ്റവും അത്യുന്നതങ്ങളിൽ എത്തിച്ച ഒരു സംസ്കാരത്തിനെ തിരിച്ച് ഈ ഭീകരാവസ്ഥയിലും മതം പറഞ്ഞു കാസ്റ്റ് പറഞ്ഞു ഒക്കെ മാറി നിൽക്കേണ്ട കാലഘട്ടമൊക്കെ നമുക്ക് എത്രയോ കഴിഞ്ഞു. സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെയൊക്കെ എടുത്ത് പഠിക്കുന്ന ഭരണഘടന കയ്യിലെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് വായിച്ചു നോക്കാതെ എടുത്ത് പൊക്കി പിടിച്ച് നടക്കണ ഇടതും വലതുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ കാണുന്നുണ്ട് പാർലമെൻറ്റിൻ്റെ അകത്ത് പോയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അകത്ത് ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് അടികൂടേണ്ടി വന്നത്. വാട്ട് ഇസ് ഇറ്റ്? എങ്ങനെ ആരെയാണ് ഇവർ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിനെയോ? ഇതെല്ലാം പറഞ്ഞ് ഇതാണ് ഇവിടെ നടക്കുന്നത്. നാളെ അത് പറയുക, അടികൂടുന്നത് ഇതിനാണ്, കാര്യങ്ങൾ പറയുക. ഇപ്പോൾ വഖഫ് ബില്ല് കൊണ്ടുവന്നതിന് അടികൂടുന്ന, ഞാൻ ചോദിക്കട്ടെ, ഈ വഖഫ് ബില്ല് കൊണ്ട് എത്ര മുസ്ലിങ്ങൾ ഈ വഖഫിനോട് ഇവിടെ കേസിലിരിക്കുന്നുണ്ട് അറിയോ? എത്രയോ കേസുകൾ, എനിക്കറിയാവുന്ന കേസുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നത് ഇപ്പോൾ ഇവർ വലിയ പ്രശ്നമാക്കി മുനമ്പത്തിന് വേണ്ടി നാളെ മൈനോറിറ്റി മിനിസ്റ്റർ തന്നെ മുനമ്പത്ത് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊരു പ്രത്യേക ഇതിലാണ്. ഒരു ഐലൻഡിനെ എടുത്തു മാറ്റി അതാണ് ശരിക്കും നമ്മൾ രാജ്യമാക്കേണ്ടത്, മലപ്പുറം എന്നല്ല. ഒരു ഐലൻഡിനെ രാജ്യമാക്കാനുള്ള ഇത് ലോകത്തിൽ ആ ഭരണഘടന ഉണ്ട്. അപ്പോൾ അവർ താമസിക്കുന്ന ആൾക്കാരെ വിട്ട് വേറൊരു പ്രശ്നം അവിടെ സിറ്റുവേറ്റ് ചെയ്യുക, ആ ഒരു മുനമ്പം സ്ഥലത്ത് എന്ന് പറയുമ്പോൾ അതിനെ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ വഖഫ് ബോർഡ് ഇവർ തന്നെ, ഈ ഫറൂഖ് കോളേജ് തന്നെ ഇത് തിരിച്ച് വിറ്റ എല്ലാ രേഖകളും ഉള്ള ഒരാളെ ഞാൻ സംസാരിച്ചു.
അപ്പോൾ ഇതൊക്കെ ആരെയാണ് പറ്റിക്കുന്നത്? വഖഫ് ഭൂമി എങ്ങനെ ഒരാൾ വഖഫ് ചെയ്ത് വേറൊരാൾക്ക് വിൽക്കാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ ദാനമായി കൊടുക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അത് എന്തിനാണോ കൊടുത്തത് അത് അങ്ങനെ തന്നെ ഇരിക്കണം. അതാണ് വഖഫ്. എങ്ങനെയാണോ ഇവർ പിന്നെ ഈ മുനമ്പം സ്ഥലം വിറ്റത് 500 രൂപയ്ക്കൊക്കെയാണ് വിറ്റിരിക്കുന്നത് അത് ഓരോ ഏക്കറൊക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫറൂഖ് കോളേജിലും ഇതേ സംഭവമുണ്ട്. ആരാ അത് പരിശോധിച്ച്? ഇനി വരട്ടെ, ഇതൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ചരിത്രം. സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും മോദി പരിഷ്കാരം കൊണ്ടുവരുവാണെങ്കിൽ ഏത് അറ്റത്തുനിന്നും ഇതാക്കൂ. മലപ്പുറം എന്നല്ല, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും എല്ലാ പിന്നെ സിറ്റികളും നോക്കിയിട്ട് തന്നെ വരുന്നത്. എവിടെ പിന്നെ മോദി ഗവൺമെൻറ്റിന് പാർഷ്യാലിറ്റി ഇല്ല. ഇവർക്ക് ഇതേ കൊടുക്കാവും മറ്റേർക്ക്. ഏതെങ്കിലും ഒരു പിന്നെ ഇത് കൊണ്ടുവന്നപ്പോൾ ഒരു പ്രോഗ്രസിങ് ഒരു പാട്ട് കൊണ്ടപ്പോൾ മുസ്ലിങ്ങൾക്കേ കൊടുക്കൂ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കേ കൊടുക്കൂ, അല്ലെങ്കിൽ ഹിന്ദുവിനെ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും കൊണ്ടുവന്നോ? അതാണ് ഇവരോട് ചോദിക്കാനുള്ള. ഇപ്പം ഇന്ന് ഇന്ത്യയിൽ മൈനോറിറ്റിനെ പറഞ്ഞ് ഫുൾ ഭരണഘടന അല്ല 40 ആർട്ടിക്കിളിൻ്റെ ഡിമോളിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവർ പാർലമെൻറ്റ് ബില്ല് കത്തിക്കുക. ഇതന്നെയല്ല അവർ 370 ആർട്ടിക്കിൾ ചെയ്തപ്പോൾ ചെയ്ത്. ഞാനൊരു കാര്യമായൊരു മാധ്യമ പ്രവർത്തിയോട് ചോദിച്ചു, പിന്നെ 370 ആർട്ടിക്കിളിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം ബഹളം വെച്ചു, എന്നിട്ട് എന്താ ഇപ്പോൾ കാശ്മീരിൽ സംഭവിച്ചത്? ഏറ്റവും അധികം പോകുന്ന ഈ മൈനോറിറ്റി എന്ന് പറയുന്ന ആൾക്കാർ താമസിക്കുന്ന കേരളത്തിലെ ആൾക്കാരാണ് അവിടെ ഐസിൽ വാരി കളിക്കാൻ പോകുന്നത് അല്ലേ? പിന്നെ NRC CA വന്നു. അത് ഇപ്പോൾ 50 വർഷത്തിന് ശേഷമുള്ള പിന്നെ ആധാർ കാർഡ് ഇല്ലാത്തവർ, അച്ഛന് ആധാർ കാർഡ് ഇല്ലല്ലോ, അപ്പോൾ അച്ഛൻ്റെ അച്ഛനില്ല, അപ്പം നമ്മൾ എങ്ങനെ പോകും 3 തലമുറ? അപ്പം നമ്മളെ കയറ്റി വിടൂലേ? ഏത് രാജ്യത്ത് പോകും മുസ്ലിങ്ങളെ മാത്രം? ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളെ ആയിരുന്നോ പറഞ്ഞേ? തീവ്രവാദവുമായിട്ട് ഇപ്പം മലപ്പുറത്തേക്കും പിന്നെ കേരളത്തിലേക്കൊക്കെ ഒഴുകി വരണ പിന്നെ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും ചൈനയിൽ നിന്നും വരെ ഒഴുകി വരണ പാകിസ്ഥാനും ഒക്കെ കടന്നു കയറണ തീവ്രവാദികളല്ലേ, കടന്നുകയറ്റക്കാരെ അല്ലായിരുന്നോ നമ്മൾ നിരോധിക്കുന്നു പറഞ്ഞേ? അതൊന്നും വേറെ ആരുമല്ല, അവിടെ ഒന്നും ഹിന്ദുക്കളില്ല. ഹിന്ദുക്കളുള്ളവിടെ, ഇവിടുത്തെ ഹിന്ദു എവിടെയും പോയി പൊട്ടിത്തെറിച്ചിട്ടില്ല. ഭാരതീയൻ എന്ന് പറഞ്ഞ ഒരു ഭാരതീയൻ അങ്ങനത്തെ ഒരു പിന്നെ അവസ്ഥ വന്നിട്ടില്ല ഈ ലോകത്തിൽ. അവരിങ്ങോട്ട് വരുന്നവരവിടെ പൊട്ടിത്തെറിക്കണം, പെട്രോൾ അടിക്കണം, ഒഴിച്ച് കത്തിക്കും, കൊലപാതകം നടത്തണു, റേപ്പ് ചെയ്യണം, ഒക്കെ ചെയ്യണം. ഇങ്ങനെ കടന്നു കയറിയ ആൾക്കാരാ. എത്ര കടന്നു കയറിയ ആൾക്കാരാണ് നമ്മൾ കണ്ടില്ലേ? കേരളത്തിൽ വന്ന എല്ലാ കേസുകളും നോക്കുമ്പോൾ അവർക്കൊന്നും ഒരു ആധാരവും ഒരു ഐഡൻറ്റിറ്റിയും ഇല്ല. ഇവരൊക്കെയാണ് കേരളം അതിഥിയായി സൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു മലപ്പുറത്താണ് ഇതിനും വേദി ഒരുക്കിയത്. അപ്പോൾ ആരതാക്കുന്നുള്ള അവിടുത്തെ സർക്കാർ ശരിക്കുള്ള വെള്ളാപ്പള്ളിയൊക്കെ അവിടുത്തെ മുഖ്യമന്ത്രിയോടാ പറയണ്ടേ ബി കെയർഫുൾന്ന്. കാരണം എല്ലാം നടക്കണം മലപ്പുറത്താ. പിന്നെ ഹമാസ് തീവ്രവാദീൻ്റെ നേതാവിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്യാൻ അവസരം ഒരുക്കി കൊടുത്ത്, ഓൺലൈനിലാണെങ്കിലും മലപ്പുറത്ത് വന്ന പോലെയല്ലേ ഡിജിറ്റൽ ലോഞ്ചിങ്. അത് മലപ്പുറത്താണ് സംഭവിച്ചത്. അന്യ സംസ്ഥാനക്കാരെ നോമ്പ് തുറപ്പിച്ച മുസ്ലിങ്ങളെ നോമ്പ് തുറപ്പിച്ച മലപ്പുറത്താണ്. എന്നിട്ട് പറയും അത് ഞങ്ങൾ ചെയ്യണ ദാന. നോമ്പ് തുറക്കിപ്പിക്കുന്ന ഇഫ്താറിൽ മുഖ്യമന്ത്രിയും കാന്തപുരവും പിന്നെ എല്ലാവരും ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒക്കെ പോയുണ്ടായില്ലേ? അതുകൊണ്ട് എന്താ മലപ്പുറത്ത് വന്ന അന്യ സംസ്ഥാനത്തിലെ ബാക്കി ഹിന്ദു സഹോദരന്മാരെ വിളിക്കാണ്ടിരുന്നേ? മുസ്ലിം അതിഥികളെ മാത്രം വെച്ചിട്ട് ഇഫ്താർ വിരുന്ന് നടന്നോ? ആ സദസ്സിൽ ഇവരെന്താ പറഞ്ഞേ? ഈ പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്നാൽ നമുക്ക് മുഖച്ചായം കണ്ടാൽ അറിയില്ല നമ്മളെന്താ ബുദ്ധിയില്ലാത്തവരാ കേരളത്തിലെ ആൾക്കാർ? കേരളമല്ല, ഇന്ത്യയിലെ ഒട്ടുക്കും ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. ഇവരെ അങ്ങനെ കണ്ണിരുട്ട് അടച്ചിരുട്ടാക്കാനൊന്നും നോക്കണ്ട. അപ്പോൾ ആ കണ്ട ആൾക്കാരോട് മാത്രം അവർ ഇഫ്താർ നടത്തി എന്താ പറഞ്ഞു കൊടുത്തേ? കേരളത്തിൽ ഒരു വലിയ അവസ്ഥ വന്നാൽ നിങ്ങൾ മുസ്ലിങ്ങൾ ഒന്നിക്കണം, ഒരു വർഗീയ ലഹള വന്നാൽ നമ്മളൊന്നിക്കണം, നമ്മളാൾക്കാരൊന്നാണ്, അപ്പോൾ അപ്നാ പാർട്ടി അപ്നാ മേ ആവോന്നും നമ്മൾ തന്നെ വളരെ എക്സ്ക്ലൂസീവായ വാർത്ത നൽകിയതാണ്. അന്യ സംസ്ഥാന തൊഴിലാളികളിൽ മുസ്ലിങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കൺവെൻഷൻ സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങൾ നീങ്ങുന്നതിന്റെ വാർത്ത നമ്മൾ നൽകിയതാണ്. നുസ്രത്ത്, ഞാൻ തിരികെ എത്താം.